അല്ല ഇയാൾ അവിടെ ഞാൻ മറന്നു, ഇവന്റെ മുഖം ഞാൻ മറന്നു പോയിട്ടാണ്. ഇത് കുഞ്ഞമ്മാണ്ടിക്കാട്. പടച്ചോനെ അടി ഇയാള്, ഞാൻ കാര്യം പറയട്ടെ, അന്ന് ലാസ്റ്റ് ഞാന് മലപ്പുറത്ത് മറ്റേ ഇത് 5000 ഇട്ടിട്ട് പോയിട്ടില്ലേ ഫുട്ബോൾ കളിക്കാൻ. അപ്പൊ ഈ ചങ്ങായി ലൈവിൽ വന്ന് സംസാരിച്ചിട്ടില്ല, പോയി. ലൈവ് നിർത്തി ഞാൻ റൂമിലേക്ക് പോയി. ഞാൻ റൂമിലേക്ക് പോയിട്ട് എങ്ങനെയോ അന്നത്തെ ദിവസം മൊത്തം ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. ക്ഷീണായിട്ട് എങ്ങനെയൊക്കെ ഒന്ന് കടന്ന് ഉറങ്ങാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ കടക്കാൻ വേണ്ടി ഇതാക്കുമ്പോഴേക്ക് ചങ്ങായി ബാക്കിൽ നിന്ന് ഓടി വന്ന് റൂമിന്റെ ഉള്ളിൽ കയറി അടുത്ത വെച്ച് ഞാൻ കടക്കുമ്പോ അടുത്ത് വെച്ചിരുന്നു. പിന്നെ എന്തെല്ലാന്ന് ചങ്ങായി ഇരുന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ പോവുമായിരിക്കും. നിർത്തുന്നില്ല, ചങ്ങായി ആണെങ്കിൽ കോണ 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 ബാ റീൽ എടുക്കാം, ഇടക്കിടക്ക് റീൽ എടുക്കാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കഴിയുന്നില്ല, ഉറങ്ങട്ട്. ഇടക്കിടക്ക് ഇത് മറ്റേ ഇതും അറിയുന്നത്, മറ്റേ സ്റ്റോറി എടുക്കാം, ബാ റീൽ എടുക്കാം. എന്തല്ലോ അനക്ക് ഒരു ഇതുമില്ലാത്ത ബന്ധമില്ലാത്ത വിഷയങ്ങൾ അയാൾ സംസാരിക്കണം. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് തൊപ്പി, അതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞൻ. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ ടീമും ഈ തൊപ്പിയുടെ ടീമും തമ്മിൽ ഭയങ്കര എന്തോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആളുകൾ തൊപ്പിയുടെ ആളുകളെയും തൊപ്പിയുടെ ആളുകൾ പാണ്ടിക്കാട് കുഞ്ഞാനെയും അവൻ്റെ ആളുകളെയും ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. രണ്ട് പുളിക്കുഞ്ഞാപ്പുകൾ അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. പക്ഷേ ഇന്ന് ഈ ഒരു വിഷയം എടുക്കുവാൻ കാര്യം, പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു ഇൻഫ്ലുവൻസറാണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. യൂട്യൂബിൽ, മെയിനായിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട്. അയാൾ കുടുംബസമേതമാണ് വീഡിയോ ചെയ്യുന്നത്. ഈ തൊപ്പി എന്ന് പറയുന്ന ആൾ, അയാളുടെ പേര് നിഹാദ് എന്നാണ്. അയാളെക്കുറിച്ച് 1-2 വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. തൊപ്പി എന്ന് പറയപ്പെടുന്ന നിഹാദിൻ്റെ നെഗറ്റീവുകളായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് തൊപ്പി വലിയൊരു ആളായി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എങ്കിലും അയാളുടെ സ്വഭാവത്തിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് മലപ്പുറം ഭാഗത്ത് നിന്ന് ഒരാൾ തൊപ്പി അന്വേഷിച്ചുകൊണ്ട് എറണാകുളം ഭാഗത്തേക്ക് നടക്കുകയുണ്ടായി. അയാൾ കഴുത്തിലൊരു തൊപ്പിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു പ്ലക്കാർഡും വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ എത്തിയപ്പോൾ തൊപ്പി അയാളെ സ്വീകരിച്ചിരുത്തി. അതിനുശേഷം നല്ല രീതിയിൽ പറഞ്ഞു. തൊപ്പിയുടെ ഒപ്പം കുറേ ചെക്കന്മാരൊക്കെ ഉണ്ട്. അവരുടെ ടീമായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉപജീവനം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യം അതങ്ങനെ മനസ്സിലാക്കാം നമുക്ക്. തൊപ്പിയുടെ ഒപ്പം കൂടുവാനാണ് എന്ന് പറഞ്ഞ് ഈ യുവാവ് അവിടെ എത്തിയപ്പോൾ തൊപ്പി നല്ല രീതിയിൽ ആ ആളോട് സംസാരിക്കുകയും അയാളെ തിരിച്ചു വിടുകയും ചെയ്യുന്ന പക്വതയുള്ള ഒരു സംസാരമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ മീഡിയന്റെ മുന്നിൽ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി നിന്നു കൊടുക്കരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ? എത്ര മക്കളുണ്ട്? 3 മക്കളുള്ള. നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതാവുമ്പോൾ ഈ പഴയ വീഡിയോ കൊടുത്തിട്ട് അവൻ്റെ സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സ് കളിയാക്കൂലേ? ഇത് ഞാൻ ഇത് പറയാൻ അർഹനല്ല, ഞാൻ അങ്ങനെ നടന്നതാണ്. പക്ഷെ ഞാൻ മക്കളെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്, നിങ്ങളെ പിള്ളേരുടെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത്. സപ്പോർട്ടാണ് എനിക്ക് തന്നെ പറയാനുള്ളത്. അതായത് മലപ്പുറം ജില്ലയിൽ നിന്നൊരു 10th മെമ്പർ, 10th മെമ്പർ ആവാനേ എന്നാ നിങ്ങൾ ഈ കാര്യം കളിയും ചിരിയിലും ഒക്കെ നേർപ്പെട്ട് ഒന്ന് സെറ്റ് ആവാനാണ് ഞാൻ വന്നത്. വേറെ ഒന്നും തോന്നരുത്, റിയലി സോറി. 10th മെമ്പർ ആവാന് ആൾക്കാർ നിങ്ങളെ സമ്മതിക്കുമെന്ന് തോന്നില്ല. എനക്കും നിങ്ങളെ 10th മെമ്പർ ആക്കാൻ എനക്കും ഒരു ഇനിയിപ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും മൈൻഡ് ഓക്കെ ആക്കിയാലോ, നിങ്ങളെ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മൈൻഡ് ഓക്കെ ആക്കിയാലും ആൾക്കാർ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇപ്പം ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് എങ്ങനെയും നിങ്ങൾ ഇത് ചെയ്യരുതായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ ആ രീതി പിടിക്കരുതായിരുന്നു. വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചിരുന്നെങ്കിൽ. ഞാനത് തോളത്തിട്ട് നടന്നിട്ടില്ല, അതിങ്ങനെ ജസ്റ്റ് ഇതാണ് ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞാൽ അറിയിച്ചാണ്. നിങ്ങൾ ആ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു ഇതിലേക്കാണ് പോയത്, മനസ്സിലായോ? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം ആദ്യം. ഇതെന്താ നിങ്ങളൊരു മോട്ടിവേഷൻ എന്താ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നിയ കാര്യം? നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാണോ അതോ? അല്ലല്ല, ഞാൻ എന്താ വെച്ചാല് ഒരു ട്രെയിനില് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കോണിമല്ല് അടിച്ചിട്ട് പോയാല് അതൊരു ഇത്ര ബലം ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോ ഇത്ര നമ്മൾ 150 കിലോമീറ്റർ ചാണ്ടി ഇങ്ങോട്ട് വന്ന് ടൈം ഈസ് ഓവർ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇക്ക വന്നതിന് നന്ദി. നമുക്കൊരു ഹഗ് ചെയ്ത് പിരിയാം. എന്തായാലും താങ്ക് യു. വേറെ ഒന്നും വിചാരിക്കരുത്, വേറെ മോശമൊന്നും വിചാരിക്കണ്ട. ഇതങ്ങനെ ആയിപ്പോ ഞാൻ വെച്ചാൽ മതി. ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇരിക്കും. ഓക്കെ, റിലാക്സ് ചെയ്യും. നമുക്ക് ലൈവ് ആയിട്ട് ബാക്കി സംസാരിക്കാം. ഈ സംസാരത്തിൽ തൊപ്പി നല്ല പക്വതയോടെയാണ് സംസാരിച്ചത്. പണ്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഷട്ടിക്കുള്ളിൽ ഒഴിച്ച, അതുപോലെ വളരെ മോശമായിട്ടുള്ള പാട്ടുകൾ പാടി കുട്ടികളെ കോരിത്തരിപ്പിച്ചിരുന്ന ആ വിവരദോഷിയായ തൊപ്പിയല്ല
ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നടത്തി, അതുപോലെ തന്നെ ചെറിയ തരത്തിൽ ഇപ്പോൾ ഈ അടുത്ത് മണ്ണാർക്കാട് വന്നിരുന്നു, ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് വന്നിരുന്നു. നല്ല ആളുകളുണ്ടായിരുന്നു. റോഡൊക്കെ ബ്ലോക്ക് ആവുന്ന രീതിയിലായിരുന്നു ആ ഒരു പരിപാടി നടന്നത്. അപ്പോൾ പഴയ തൊപ്പിയിൽ നിന്ന് പുതിയ തൊപ്പിയിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇനി എന്താണ് പാണ്ടിക്കാട് കുഞ്ഞാന തൊപ്പി പറയുന്നത് അതുകൂടി ഒന്ന് കേൾക്കാം. മറ്റേ വസന്താണ്, മനസ്സിലായി? ഇപ്പൊ ഇവരെ ഈ ലോകം ഉണ്ടല്ലോ, ഈ ഫേസ്ബുക്ക് ലോകത്തുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് എനക്കിത് മനസ്സിലാകണ്ടേ? ഇത് ഓരോ ബോറിംഗ് സാധനങ്ങൾ പറഞ്ഞ എനക്ക് പിരാന്ത് പിടിച്ചിട്ടാണ്. ഇയാള് പോകുന്നുമില്ല, എങ്ങനെങ്കിലും പുറത്തേക്കണം. പൊന്നു കുഞ്ഞാ ഒന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഇയാള് പോകുന്നില്ല, മനസ്സിലായി? ചങ്ങായി പറ്റിയ മറ്റേ സൂപ്പർ ലീഗ് പറ്റിയ പോലെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇയാള്. മിക്കവാറും എനക്ക് ഞാൻ ദേഷ്യം പിടിച്ചിട്ടില്ല, എനിക്കിങ്ങനെ അനോയിങ് ആയി. ഞാൻ കൊറേ പറഞ്ഞത് എനിക്ക് കഴിയുന്നില്ല, ക്ഷീണാന്ന് ഉറങ്ങട്ട്, ഇയാള് പോകണ്ട, അങ്ങനെ വന്നാടെ ഇരിക്കുക. ഞാൻ ഉറങ്ങുമ്പോ നോക്കി നിൽക്കാന്നുള്ള വൈബിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ കിടക്കുന്ന ഇയാള് വെച്ചാൽ അടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുക ചെയർ വിട്ടിട്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ കൊണ നിർത്തുന്നുമില്ല, പോകുന്നുമില്ല. കുണ്ടമ്പാണ്ടിക്കാട് അള്ളാണ പറയാല് ഇയാളെ എനിക്ക് കാര്യം കിട്ടേ. ഞാൻ അത് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ പോയിട്ട് തൊപ്പി ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ വെച്ച് ചെയ്ത ചില കാര്യങ്ങളാണ്. അപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതാണ് കുഞ്ഞൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം മാത്രമാണ് ആ ഒരു വിഷയത്തിലുള്ളത്. ഏതായാലും ഇതുപോലെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ ഇതിനിടയിൽ ഇവരെ പൊക്കി വലുതാക്കുന്ന ആളുകൾ, ഇവർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്, ഇവർ വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്, അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ ആളുകളെയും സോഷ്യൽ മീഡിയ പൂവിട്ട് വാഴിക്കുമ്പോൾ നമ്മൾ അതിനെതിരൊന്നുമല്ല. ഞാനും ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന, ഇരുന്നു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്നൊക്കെ ഒരാൾ തന്നെയാണ്. ആരെയും ആ ഒരർത്ഥത്തിൽ കുറ്റപ്പെടുത്തുവാനൊന്നും ഞാൻ ആളല്ല. എങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന, ഈ സമൂഹത്തിന് നൽകാൻ ശ്രമിക്കുന്ന ചില മെസ്സേജുകളുണ്ട്. എന്നാൽ ഒരു സന്ദേശവും നൽകാത്ത ചില ആളുകളാണ് ഇതുപോലെയുള്ള ചില വമ്പൻ മരങ്ങളായിട്ട് വളരുന്നത്. ആ ഒരു കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. തൊപ്പിയാണെങ്കിലും കുഞ്ഞനാണെങ്കിലും ഇനി ഇതുപോലെ തന്നെ വേറൊരാളുടെ, ഈ തൊപ്പിയെ പറയുന്ന വേറൊരാളുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ മുഴുവനായിട്ടൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കുറ്റം പറയുകയല്ല പ്രിയമുള്ളവരെ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന, പരിചയപ്പെടുന്ന ചില ആളുകൾ, അവർ ഈ സമൂഹത്തിന് നൽകുന്ന, ഈ മൊത്തം നമ്മുടെ ആളുകൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് അവരെ വളർത്തുന്ന ആളുകളെങ്കിലും ചിന്തിക്കുക എന്ന ആ ഒരു കാര്യം പറയുവാൻ വേണ്ടി മാത്രമായിരുന്നു ഈ വീഡിയോ. ആരെയും മോശമാണ് എന്ന് പറയുവാനോ ഇകഴ്ത്തി കാണിക്കുവാനോ അല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.